തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ ഇടഞ്ഞു നിന്ന കെ മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കളമൊരുങ്ങുന്നു. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മൗനം വെടിഞ്ഞ് കെ മുരളീധരൻ രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഉണ്ടാകുമെന്നും പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ടതില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. 20-18 സീറ്റ് കിട്ടുകയും 110ഓളം സീറ്റുകളിൽ കോൺഗ്രസ് UDF ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണമെന്ന് പറഞ്ഞു ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീരുമാനം എടുക്കേണ്ട പാർട്ടി. താങ്കൾക്ക് വെച്ച് തന്നാൽ താങ്കൾ സ്വീകരിക്കുമോ? കെപിസിസി അധ്യക്ഷ സ്ഥാനം തന്നാൽ സ്വീകരിക്കുമോ? അത് തരേണ്ട ആവശ്യമില്ല. ഈ തന്നാൽ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വയനാട് ലോക്സഭാ സീറ്റാണ് മറ്റു ലീഗ് ഉൾപ്പെടെ വയനാട് ലോക്സഭാ സീറ്റിലേക്ക് കേരളത്തിനെ പരിഗണിക്കണം. ഞാൻ പറയാം, ഒരു എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. എന്നാൽ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് പോകേണ്ടിയിരുന്നില്ലെന്നും അതാണ് തെരഞ്ഞെടുപ്പിൽ താൻ പഠിച്ച പാഠമെന്നും സതീഷിനെ ലക്ഷ്യമിട്ട് കെ മുരളീധരന്റെ ഒളിയമ്പ്. അതിലെ തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതാണ് ഈ ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം. ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുമോ ഇവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലം ഇല്ല എന്ന് പറയാൻ കാരണം. വയനാട്ടിൽ മത്സരിക്കാനില്ലെന്നും രാജ്യസഭയിലേക്കില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കിയതോടെ അനുനയ ഫോർമുല എന്താണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും ഉറ്റുനോക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ ഇനി പൊതുരംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ച മൗനം തുടർന്ന കെ മുരളീധരനാണ് കെപിസിസി അധ്യക്ഷനുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ന് പരസ്യ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ താൻ സ്ഥാനാർത്ഥിയാകാൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സജീവമാകുമെന്ന് കൂടി കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ലീഡറുടെ മകൻ സജീവമായി കടന്നു വരികയാണെന്ന കൃത്യമായ സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം നിലവിൽ കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറേണ്ടതില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ തൽസ്ഥിതി അങ്ങനെ തന്നെ തുടരട്ടെ എന്നും പറഞ്ഞു വെക്കുന്നവരുടെ സംസ്ഥാന കോൺഗ്രസിൽ പുതിയൊരു ചേരിക്ക് കൂടി രൂപം വന്നിരിക്കുന്നുവെന്ന കൃത്യമായ സൂചനകളും പുറത്തുവരുന്നു. അങ്ങനെയാണെങ്കിൽ കെപിസിസി അധ്യക്ഷന് പിന്തുണയുമായി കെ മുരളീധരൻ കൂടി രംഗത്തെത്തുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. രമേശ് ചെന്നിത്തലയും ഈ ചേരിയോട് അനുകൂലമായി തന്നെയാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മറുചേരി കൂടുതൽ സജീവമാകുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് മറുചേരി ഇത്തരത്തിൽ സജീവമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചേരിയുടെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. കെപിസിസി അധ്യക്ഷരെ മാറ്റണമെന്ന ആവശ്യവുമായി കടുത്ത നിലപാടിലേക്കെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മുമ്പിൽ വലിയ ശ്രമകരമായ ദൗത്യമായി മാറും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും സുധാകരന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യം. അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വട്ടിയൂർക്കാവിലൂടെയാണോ അദ്ദേഹം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരികെ വരാനിരിക്കുന്നത് എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമായി തുടങ്ങിയിരിക്കുകയുമാണ്.